നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഏച്ചൂർ ഗാന്ധി സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണത്തിന്റെ ഭാഗമായി ഗാനാലാപനവും നൃത്താവിഷ്കാരവും സംഘടിപ്പിച്ചു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവ് നാദമുരളി ഉദ്ഘാടനവും ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി. പ്രതിഫലം എന്ന് പറയുന്നത് 50 രൂപയാണ്. 50 രൂപക്കാണ് അയാൾ തുടങ്ങിയത്. അപ്പോൾ 2-3 ആഴ്ച അയാൾ പറയും 30 രൂപ ലോഡ്ജിന് വേണം, 20 രൂപ ഭക്ഷണം, ഇതാണ് 50 രൂപ തീർന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പണ്ടുള്ള ആളുകളുടെ അനുഭവം അങ്ങനെയായിരുന്നു. അപ്പോൾ ഇയാള് സ്റ്റുഡിയോൻ്റെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറൊന്നും എല്ലാം നിങ്ങളെന്നും പോയില്ല, ഈടുന്ന് ഇങ്ങനെ നിങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ചു, അതൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കളിക്കാനൊന്നും പറ്റൂല, സാറിന് ദേഷ്യം വരും, അതുകൊണ്ട് പെട്ടെന്ന് വിട്ടോന്ന് പറയും. നിങ്ങൾ പറഞ്ഞു, സാറേ എനിക്കൊന്ന് ഇങ്ങനെ യേശുദാസ് മഞ്ഞളിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ട് പാടാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ അയാളത്തേക്കൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാണ്. അയാൾ വരാൻ സാധ്യതയില്ല, നിങ്ങൾ പോയി. അപ്പോൾ മഞ്ഞളിൽ മുങ്ങി തോർത്തി എന്നുള്ള പാട്ടോ അത് നിങ്ങൾ 3-4 പ്രാവശ്യം എടുത്തപ്പോൾ സാറ് പറയുന്ന കേട്ടിന് ഇനി യേശുദാസിനൊന്നും വിളിക്കണ്ട, നിങ്ങൾ തന്നെ ആ പാട്ട് തന്നെ എടുത്താൽ മതി. ഒരു അഭിമുഖത്തിൽ ഇദ്ദേഹം പറയുകയാണ്, 1000 പൂർണ്ണചന്ദ്രന്മാർ ഒന്നിച്ചുദിച്ചതുപോലെ ആയിരുന്നു എൻ്റെ മനസ്സിൽ, സന്തോഷത്തിന്റെ തിരമാലകൾ ഇങ്ങനെ എന്താ പറയേണ്ടത് അങ്ങനെ അലയടിക്കുമെന്ന്. ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര പ്രാവശ്യമാണ് കക്കൂസിൽ പോയ സമയത്ത് പോലും ഞാൻ ഈ പാട്ടങ്ങനെ പാടി, എനിക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല, അത് മരണം വരെ ആ സന്തോഷം നിലനിർത്തിയ പാട്ട്. ഗ്രന്ഥശാല സെക്രട്ടറി ചന്ദ്രൻ കാണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കെ വി ജയരാജൻ മാസ്റ്റർ, കെ രാജീവൻ മാസ്റ്റർ, കെ പ്രദീപൻ, കാണി രാഘവൻ, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. രത്നാകരൻ മുണ്ടേരി, ശ്രീധരൻ ശ്രീലകം, ശ്യാമള, സെന്തിൽ തുടങ്ങിയവർ പി ജയചന്ദ്രൻ ഗാനങ്ങൾ ആലപിച്ചു. ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടി അഴകിൻ പൂങ്കൊടിയാരും ആരുണി ആരുണി റംസാനില ചന്ദ്രികയോ. ഇഷാനി രഗൻ, കെ അനയ, കെ ശ്രീയ എന്നിവർ ജയചന്ദ്രൻ ഗാനങ്ങളുടെ നൃത്താവിഷ്കാരവും നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.